രാജ്യത്തിന്റെ ഭരണ സംവിധാനം നയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം സിവിൽ സർവീസ് ആയിരിക്കണം. ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് കരിയറുകളിൽ ഒന്നാണ് സിവിൽ സർവീസ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC നടത്തുന്ന ഈ പരീക്ഷയിലൂടെ IAS, IPS, IFS പോലുള്ള ഉയർന്ന പദവികളിലേക്ക് എത്താൻ സാധിക്കും. ഇന്ത്യയിലെ ഏറ്റവും കടുത്ത മത്സര പരീക്ഷകളിൽ ഒന്നായതിനാൽ പലരും ചിന്തിക്കുന്നത് ഇതെനിക്ക് സാധ്യമാണോ എന്നുള്ളതാണ്. എന്നാൽ ചിട്ടയായ പരിശീലനവും ആത്മാർത്ഥമായ പരിശ്രമവും ഉണ്ടെങ്കിൽ ഈ സ്വപ്നം നിങ്ങൾക്കും സാധ്യമാണ്. ആർക്കെല്ലാം സിവിൽ സർവീസിന് അപേക്ഷിക്കാം. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി. പ്രായപരിധി 21 മുതൽ 32 വയസ്സ് വരെ. ജനറൽ കാറ്റഗറി വിഭാഗത്തിൽ 6 അറ്റംപ്റ്റുകൾ നമുക്ക് നടത്താവുന്നതാണ്. പരീക്ഷ 3 ഘട്ടങ്ങളിലായിട്ടാണ് നടത്തുന്നത്. പ്രിലിമിനറി, മെയിൻസ്, ഇന്റർവ്യൂ. പ്രിലിമിനറി ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയാണ്. ജനറൽ സ്റ്റഡീസ്, സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നീ 2 പേപ്പറുകൾ. NCERT ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി, തയ്യാറെടുപ്പിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഘട്ടം മെയിൻസ് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയാണ്. ആകെ 9 പേപ്പറുകൾ. ഭാഷ, ജനറൽ സ്റ്റഡീസ്, ഓപ്ഷണൽ വിഷയങ്ങളാണ് അതിൽ പ്രധാനമായും വരുന്നത്. 3rd കാറ്റഗറി ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ ഉദ്യോഗാർത്ഥിയുടെ വ്യക്തിത്വവും തീരുമാനക്ഷമതയും വിലയിരുത്തുന്നതിന് വേണ്ടി കൂടിയാണ്. ഇതിന്റെ മാർക്കും കൂടി ഉൾപ്പെടുത്തിയാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് പരിശീലനം മസൂറിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമിയിൽ വെച്ചിട്ട് അവർക്ക് പരിശീലനം ലഭിക്കുന്നു. ഇനി എപ്പോഴാണ് സിവിൽ സർവീസിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് തുടങ്ങേണ്ടത്? ചെറുപ്പം മുതലേ ശരിയായ ശീലങ്ങൾ വളർത്തിയാൽ സിവിൽ സർവീസ് ലക്ഷ്യം വളരെ എളുപ്പമാകും. ഇനി 8 മുതൽ 15 വയസ്സ് വരെയാണെങ്കിൽ വായനാശീലം, പൊതുവിജ്ഞാനം, ചിന്താശേഷി എന്നിവ വികസിപ്പിച്ചെടുക്കുക. 16 മുതൽ 18 വയസ്സ് വരെയാണെങ്കിൽ NCERT കറന്റ് അഫയേഴ്സ് എന്നതിൽ ഫോക്കസ് ചെയ്യുക. 18 വയസ്സിന് ശേഷം പഠനത്തെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുക. 21 വയസ്സിന് ശേഷമാണ് പരീക്ഷയ്ക്ക് എഴുതാൻ തുടങ്ങാൻ പറ്റുമെങ്കിലും അതിന് മുന്നേ തയ്യാറെടുപ്പുകൾ നടത്താം. സിവിൽ സർവീസ് ഒരു ജോലി മാത്രമല്ല, അതൊരു വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ്. നിങ്ങൾ അത് സ്വപ്നം കാണാൻ വേണ്ടി തുടങ്ങുക എന്നുള്ളതാണ്. ലക്ഷ്യം വ്യക്തമായാൽ പരിമിതികൾ ഒന്നൊന്നായി ഇല്ലാതാകും. യു ക്യാൻ അച്ചീവ് യുവർ ഡ്രീം.